കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഞാൻ വായിച്ച നോവലുകളിൽ എനിക്ക് എന്നെ വളരെ സ്വാധീനിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതൊരു ഒറ്റ പുസ്തകമല്ല, ഇതൊരു 7 വോളിയുള്ള ഒരു പുസ്തകമാണ്. ഇത് ഡാനിഷ് ഭാഷയിൽ എഴുതിയതാണ്. സോൾവെയ് ബാൽ എന്നുള്ള എഴുത്തുകാരിയുടെ ഡാനിഷ് ഭാഷയിലുള്ള ഒരു നോവൽ പരമ്പരയാണത്. അങ്ങനെ പറയുമ്പോൾ 7 വോളിയമാണ്. ശരിക്കും 7-ാം വോളിയം ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ 3 വോളിയംസ് 3 പുസ്തകങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. 2024 ഒന്നാം ഭാഗം ഇറങ്ങിയത്. 2-ാം ഭാഗം 3-ാം ഭാഗം ഈ വർഷം ഇറങ്ങി. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 2-ാം ഭാഗമാണ്. ഇതിൻ്റെ പേര് ഓൺ ദി കാൽക്കുലേഷൻ ഓഫ് വോളിയം എന്നാണ് എൻ്റെ പേര്. ഒരു നോവലിൻ്റെ പേരായിട്ട് കേട്ടാൽ തോന്നത്തില്ല. ഓൺ ദി കാൽക്കുലേഷൻ ഓഫ് വോളിയം എന്നാണ് ഇതിൻ്റെ പേര്. അതിൽ 2ാമത്തെ പുസ്തകമാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. ഇതിൽ ആദ്യത്തെ പുസ്തകം കഴിഞ്ഞ വർഷം ഇറങ്ങുകയും ചെയ്തു. ഇത് ട്രാൻസ്ലേറ്റഡ് ഫിക്ഷന് കൊടുക്കുന്ന ബുക്കർ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ അവാർഡ്, അതായത് ഇംഗ്ലീഷിലേക്ക് മറ്റു ഭാഷകളിൽ നിന്ന് വിവർത്തനം ചെയ്തു വരുന്ന കൃതികൾക്ക് എല്ലാ വർഷവും കൊടുക്കുന്ന പുരസ്കാരമാണ് ബുക്കർ ഇൻ്റർനാഷണൽ അവാർഡ്, പ്രൈസ് എന്നുള്ളത്. അപ്പോൾ അതിൽ കഴിഞ്ഞ വർഷം ഈ പുസ്തകം ഇതിൻ്റെ ആദ്യത്തെ വോളിയം അവർ ലോങ് ലിസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തു. ഇതിപ്പോൾ 2-ാം വോളിയാണ്. 3-ാം വോളിയം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ സോൾവെയ് ബാലിൻ്റെ ഈ പുസ്തകത്തിൻ്റെ എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് വളരെ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സയൻസ് ഫിക്ഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു തീമാണ് ഇതിൻ്റേത്. സയൻസ് ഫിക്ഷനിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ടൈം ലൂപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു തീമാണ് ഇതിൻ്റേത്. അതായത് ഒരു പഴയ പുസ്തകങ്ങൾ, അതായത് ഈ ആൻറ്റിക് ബുക്കുകൾ, 18th സെഞ്ച്വറിയിലെയും സെഞ്ച്വറിയിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ചിത്രകഥാ പുസ്തകങ്ങൾ, അങ്ങനെ പഴയ 18-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങൾ, കിട്ടാനില്ലാത്ത പുസ്തകങ്ങൾ, വളരെ അപൂർവമായിട്ടുള്ള പഴയകാല പുസ്തകങ്ങൾ ഓപ്ഷനിലൊക്കെ പോയി സംഘടിപ്പിച്ചിട്ട് അതിൽ താല്പര്യമുള്ളവർക്ക് പുസ്തകം വിൽക്കുന്ന ഒരു ചെറിയ ബുക്ക് ഷോപ്പിൻ്റെ ഉടമയാണ് ഇതിനകത്തെ കഥാപാത്രമായിട്ടുള്ള താര എന്നുള്ളത്. താരയും താരയുടെ ഹസ്ബൻഡും കൂടെയാണ് ആ ബുക്ക് ഷോപ്പ് നടത്തുന്നത്. അപ്പോൾ അത് പാരീസിനടുത്തുള്ള ചെറിയൊരു പട്ടണത്തിലാണ് ഇവരുടെ ബുക്ക് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പഴയ പുസ്തകങ്ങളിലും പഴയ വസ്തുക്കളിലുമൊക്കെ, പഴയ നാണയങ്ങളിലുമൊക്കെ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് അവർ പറയുമ്പോൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് പല സ്ഥലത്തു നിന്നായിട്ട് സംഘടിപ്പിച്ച് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പഴയ പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്കങ്ങനെ പറയാവുന്നതാണ്. അപ്പോൾ ഈ താര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോമിലൊക്കെ നടക്കുന്ന ഈ പഴയ പുസ്തകങ്ങളുടെ ഓപ്ഷനിലൊക്കെ പങ്കെടുത്തിട്ട്, ലേലത്തിലൊക്കെ പോയി പങ്കെടുത്ത് അവർക്ക് ആവശ്യമുള്ളത് സംഘടിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് അത് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ നോവൽ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഈ താര എന്ന യുവതി റോമിൽ ഈ പറഞ്ഞതുപോലെ റോമിലും പാരീസിലും പല സ്ഥലങ്ങളിലായിട്ടും അവർ പോകും. അപ്പോൾ അവരിങ്ങനെ ഒരു പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷന് പങ്കെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഈ പട്ടണത്തിലേക്ക് പോകുന്നു. നഗരത്തിലെത്തിയിട്ട് ഇവർ ഈ ഓപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു. എന്നിട്ട് ആ മുറിയെടുത്ത ശേഷം അവർ അന്നത്തെ ദിവസം അവർക്കുള്ള കുറേ പർച്ചേസുകളൊക്കെ നടത്തി തിരിച്ചു വരുന്നു. പിറ്റേ ദിവസം പുലരുമ്പോൾ November 18th ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ. November 18 ഇവർ ഉണരുന്നു. പക്ഷേ പിന്നീട് സംഭവിക്കുന്നതാണ് ഈ നോവലിൻ്റെ ഒരു ഇതെന്നുണ്ടെങ്കിൽ, ആ ഈ 18 എന്നുള്ള തീയതി കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ തീയതി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 19-ാം തീയതി അവർക്ക് പുലരുന്നില്ല. അവരെന്നും November 18 രാത്രി ഉറങ്ങാൻ കിടക്കും. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അവർക്ക് November 18 മാത്രം, അവർ 19ലേക്ക് പ്രവേശിക്കുന്നില്ല. ഇത് അവർ മാത്രം പെട്ടുപോകുന്ന അവസ്ഥയാണ്. വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഈ കാലം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളതിനൊപ്പം സഞ്ചരിക്കുന്നു. ആ കാലത്തിൻ്റെ ഒരു ബിന്ദുവിൽ, ഈ November 18 എന്നുള്ള ഒരു ബിന്ദുവിൽ സ്റ്റക്കായി പോകുന്ന ഒരാളാണ്. അവിടെ പെട്ടുപോവാണ്. അവർക്ക് അതിനകത്ത് പുറകോട്ടും പോകാൻ പറ്റുന്നില്ല, മുന്നോട്ടും പോകാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഇങ്ങനെ ഒരു ദിവസം നിന്ന് വേറെ ദിവസത്തിലേക്ക് നമ്മുടെ അനുമതി ഇല്ലാതെ തന്നെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലെ കഥാപാത്രത്തിന് ആ സഞ്ചാരത്തിലേക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. അവർ ഈ ഒരു തീയതിയിൽ, ഈ ഒരു ഒറ്റ ദിവസത്തിൽ, ആ ഒരു ദിവസത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ആ ദിവസത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീ പിന്നീട് എന്ത് ചെയ്യും എന്നുള്ളതാണ്. അവരെന്ത് ചെയ്യും? അവരുടെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അവർക്ക് എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കടന്നേ പറ്റൂ?
അപ്പോൾ ആ ദിവസത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേ ശ്രമങ്ങൾ നടത്തും, കുറേയധികം കാര്യങ്ങൾ. അതാണ് ഈ നോവലിൽ ആദ്യ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. രണ്ടാം പുസ്തകം ആകുമ്പോഴേക്കും അവർ ഒരു വർഷം പിന്നിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസത്തെ ഒരു എൻട്രീസ് ആയിട്ടാണ് ഈ നോവലിലെ ചാപ്റ്റർ, ഡേ 1, ഡേ 2, 3 അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോയിട്ട് 365 ദിവസം കഴിഞ്ഞ ശേഷം അവർ വീണ്ടും മറ്റെല്ലാവർക്കും പറഞ്ഞ പോലെ പുതിയ വർഷം തുടങ്ങുമ്പോൾ അവരപ്പോഴും ആ നവംബർ 18 തന്നെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇതിനകത്തുള്ള. അപ്പോൾ അങ്ങനെ അവർ ആ രണ്ടാമത്തെ വർഷം, അതായത് അവർ ഇതിൽ കുടുങ്ങിപ്പോയിട്ട് അവർ വിചാരിച്ച ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ ആകുമെന്ന് വിചാരിച്ച. ഒരു വർഷം ഇങ്ങനെ ഓടി കഴിയുമ്പോൾ പിന്നെ അവർക്ക് പഴയ പോലെ വീണ്ടും നവംബർ 19 പ്രവേശിക്കാനാകുമെന്നാണ് അവർ വിചാരിച്ചെങ്കിലും അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ അവർ അതിനകത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അവർ പിന്നെ ആലോചിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അവർ കുറച്ച് യാത്രകൾ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ രണ്ടാം പുസ്തകത്തിലുള്ളത് ഇതിലെ യാത്രകളാണ്. അപ്പോൾ ആ യാത്രയിൽ അവർ മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തെ നിരീക്ഷിച്ചു തുടങ്ങുന്നതാണ് ഈ പുസ്തകത്തിലുള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെ പുസ്തകത്തിലുള്ളത് അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരുപാട് കഥകളുടെ ഒരു സഞ്ചയം പോലെ നമുക്ക് വായിച്ചു പോകാം. അതോടൊപ്പം തന്നെ അവരെ തന്നെ സ്വയം വിലയിരുത്താനും അവർക്ക് ചുറ്റുപാടുള്ള മനുഷ്യരെ മനസ്സിലാക്കാൻ, കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയും കൂടെ അവർ ശ്രമിക്കുക. അപ്പോൾ വളരെ ഒരു ഫിലോസോഫിക്കലായിട്ടുള്ള, വളരെ ദാർശനികമായിട്ടുള്ള ഒരു പ്രെഡിക്കാമെൻറ്റിലാണ് ഇവർ പെട്ടുപോകുന്നത്. പക്ഷേ ശരിക്കും റിയൽ ലൈഫിൽ അവരുടെ ഒരു ഏകാന്തത, അവരുടെ ഒരു രീതിയിലും വേറൊരാൾക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു ഏകാന്തതയിൽ ആയിപ്പോവാണ്. ഇതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു വിരസത, ഒരു ബോർഡം എന്ന് പറയുന്നൊരു സംഗതി, ആ ഒരു വിരസതയിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന പലതരം ശ്രമങ്ങളുടെ ഒരു ആവിഷ്കാരമായിട്ട് കൂടി ഈ നോവലിനെ വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത, അപ്പോൾ എൻ്റെ 2 വോളിയാണ് ഞാൻ വായിച്ചിട്ടുള്ളൂ, 3ാമത്തെ വോളി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു മുഴുവൻ പുസ്തകവും വായിച്ചു കഴിഞ്ഞാലാണ് ഈ പുസ്തകത്തെക്കുറിച്ച് നമുക്കൊരു പുസ്തകത്തിൽ വരുന്ന ഭാഗങ്ങളിൽ എന്തൊക്കെ ഉള്ളതെന്നുള്ള വലിയൊരു ആകാംക്ഷ ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതിൽ കുറേ കഥകൾ ഇവരിങ്ങനെ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണുമ്പോൾ, മറ്റു ചില വ്യക്തികളെ കാണുമ്പോൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ അവരിടപെടുന്നത്, അല്ലെങ്കിൽ അവർ കാഴ്ചക്കാരിയോ അല്ലെങ്കിൽ കേൾവിക്കാരിയോ ആയിട്ട് നിന്നുകൊണ്ട് ഈ താര എന്നുള്ള സ്ത്രീ ലോകത്തെ കാണുന്നത്, ഇതൊരു ഫിക്ഷന് എത്തിച്ചേരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ കാലത്ത് എഴുതപ്പെടുന്ന ഫിക്ഷനിൽ നമുക്ക് എത്രത്തോളം ഇതിനകത്ത് ഈ നരേറ്റീവിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള, ഒരു ഭാഷയ്ക്കകത്ത് തന്നെ എന്തുമാത്രം അന്വേഷണങ്ങൾക്കുള്ള സാധ്യതയുണ്ടെന്ന് കൂടി തെളിയിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ഫിക്ഷൻ വായനക്കാർക്ക് വലിയ തോതിലുള്ള ജിജ്ഞാസയും ആനന്ദവും പകരുന്ന ഒരു പുസ്തകമായിട്ടാണ് ഞാൻ ഇതിനെ ഈ ഓൺ ദി കാൽക്കുലേഷൻ ഓഫ് വോളിയത്തെ കാണുന്നത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കൂടി വായിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ആകാംക്ഷയിലാണ് ഞാൻ. അതുകൊണ്ട് എല്ലാ നല്ല വായനക്കാർക്കും ഈ ഓൺ ദി കാൽക്കുലേഷൻ ഓഫ് വോളിയത്തിൻ്റെ ഈ ഇറങ്ങിയിട്ടുള്ള 1, 2, 3 വാള്യങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.